ഇപ്പം നമ്മൾ ഇന്ത്യനെ നോക്കുകയാണെങ്കിൽ ഒരു കൊളോണിയൽ സപ്രഷനെ കൂടെയൊക്കെ ഇന്ത്യ കടന്നുപോയി കഴിഞ്ഞപ്പോൾ ഇന്ത്യൻസ് അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ കുറച്ച് ചെറുതാണ്, നമ്മൾ പോരാ എന്നുള്ളൊരു ചിന്ത. അവരിവിടെ വന്നിട്ട് നമ്മുടെ മലയാളം മാറ്റി ഇംഗ്ലീഷ് കൊണ്ടുവരാൻ നോക്കി, അവരുടെ കൾച്ചേഴ്സ് കൊണ്ടുവരാൻ നോക്കി, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ നോക്കി, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ചേഞ്ച് ചെയ്യാൻ നോക്കി. നമ്മളായിരിക്കുക എന്നുള്ളത് ഒരു ഷെയിംഫുൾ കാര്യമായി മാറി. നമ്മൾ മരിച്ചാലും ജീവിച്ചാലും അതിന്റെ എക്സ്പ്രഷൻ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ജനറേഷനിൽ കാണാൻ സാധിക്കും. അതാണ് സുപ്പീരിയർ ആണെന്നുള്ള ഫീലിംഗ് എവിടുന്നാ വരുന്നത്? നമ്മൾ പോരാന്നുള്ള ചിന്തയിൽ നിന്നല്ലേ അത് വരുന്നത്. ആ ഷെയിം നമ്മൾ ജനറേഷനിൽ ക്യാരി ചെയ്യുന്ന പോലെ തന്നെ ഈ എക്സ്പീരിയൻസ് മരണപ്പെട്ടു എന്നുണ്ടെങ്കിലും ജനറ്റിക്കൽ എക്സ്പ്രഷൻ മാറ്റാനായിട്ട് ഇങ്ങനത്തെ പ്രൊഫൗണ്ട് എക്സ്പീരിയൻസസിന് സാധിക്കും. ബേസിക്കലി പറഞ്ഞു വരുന്നത്, ഞാൻ പണ്ട് സ്കൂളിൽ മലയാളം സംസാരിച്ചതിന് ഫൈൻ കൊടുത്തത് ഈ ബ്രിട്ടീഷുകാരുടെ ട്രോമ കാരണമാണല്ലേ? അങ്ങനെ ഫൈൻ കൊടുക്കേണ്ടി വരുമ്പോഴാണ് നമ്മളുടെ ഉള്ളില് ഒളിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ മറഞ്ഞു കിടക്കുന്ന സാധനം ട്രിഗർ ആവണേ. ഷെയിം അവിടെ ഉണ്ട്, ജനറേഷൻസ് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അവിടെ അൺകോൺഷ്യസ്ലിയോ സബ് കോൺഷ്യസ്ലിയോ ഒക്കെ അതവിടെ ഉണ്ട്. പക്ഷെ ആ ഫൈൻ കൊടുക്കേണ്ട മൊമെന്റിലാണ് എന്റെ റീജിയണൽ ലാംഗ്വേജ് മോശമാണ്, മലയാളം മാത്രം പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അതൊരു പോരായ്മയാണെന്നാണ്. എത്രയോ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്.